ഹായ് കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനൊരു പുതിയ ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം എന്താ ഈസി ആയിട്ട് നമുക്ക് ഉള്ളി അരിയാതെ മസാല വഴറ്റാതെ എങ്ങനെ ബീഫ് കറി ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാവേ. ഇതുണ്ടോ, മസാലക്കൂട്ട് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആട്ടോ. ഇതിനകത്ത് ഉള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പച്ചമുളകുണ്ട്, എല്ലാം ഉണ്ട്. ഒരു ബീഫ് കറിക്ക് എന്തൊക്കെ വേണം അതിനുള്ള മസാല എല്ലാം ഇതിനകത്തുണ്ട്. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എന്താ പറയുക, കുക്കിംഗ് അറിയാത്തവർക്കും സ്റ്റുഡൻസിനും പ്രവാസ ജീവിതം നയിക്കുന്നവർക്കും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആട്ടോ. 20 മിനിറ്റ് ഇതൊന്ന് മസാല മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം കുക്ക് ചെയ്തെടുക്കുക. ഈസിയാണ്, ഭയങ്കര ഈസിയാണ്. നമ്മൾ ഇപ്പം മസാലയുടെ അളവൊന്നും കറക്റ്റായിട്ട് അറിയാത്തവർക്ക് കുക്കിംഗ് കറക്റ്റ് ആവണമെന്നില്ലല്ലോ. പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഈസി ആട്ടോ. എന്നെ പോലെ ഹോസ്റ്റലിൽ ജീവിച്ച എല്ലാവരും നൂഡിൽസ് തിന്ന് ജീവിച്ച എല്ലാവർക്കും ഒരു മാറ്റം വരും. അപ്പം നമ്മുടെ നാടൻ ടേസ്റ്റ് തന്നെയാട്ടോ ഇത്. അപ്പം നമുക്ക് നോക്കിയാലോ ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്തെടുക്കുന്നതെന്ന്. പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ ആർക്കെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഓൺലൈൻ ഡെലിവറി ഉണ്ട്. പിന്നെ ഷോപ്പ് മൂവാറ്റുപുഴയാണ് ഇവരുടെ. തികച്ചും നാച്ചുറൽ പ്രൊഡക്റ്റാണ് കേട്ടോ. അതായത് ഹോം മെയ്ഡ് പ്രൊഡക്റ്റാണ്. ഇതിനകത്ത് കെമിക്കൽസോ പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പം ഇത് നോക്കിയാലോ എങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന്. അപ്പൊ ഇത് നമുക്കിത് എങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് കാണിക്കാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് 2 പാക്കറ്റ് ആയിട്ടാണ്. ഒന്നിനകത്ത് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില എല്ലാം ഉണ്ട്. ഡ്രൈ ആക്കിയതാട്ടോ. തീർത്തും ജലാംശം എല്ലാം കളഞ്ഞിട്ട് ഡ്രൈ ആക്കിയെടുത്ത്. ഇതിനകത്ത് മസാലപ്പൊടികളാണ് കേട്ടോ ബീഫിന് ചേർക്കാനുള്ള. അപ്പൊ ഞാനിത് മിക്സ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇത് ഇതിനകത്തേക്ക് ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടുക കേട്ടോ. ഉള്ളി ഇത് കണ്ടോ, ഇതിനകത്ത് ഉള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, കരിയാപ്പിലയുണ്ട്. ഒട്ടും ജലാംശം ഇല്ലാതെ ഡ്രൈ ആക്കിയിട്ടാണ് ഇത് പാക്കറ്റിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്തത് മസാലപ്പൊടി ഇടാം കേട്ടോ. അപ്പൊ ഇതിനകത്ത് എല്ലാ മസാലയുണ്ട്. മഞ്ഞളും ഉണ്ട്, ഗരം മസാലയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, കുരുമുളക് പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, മസാലകളൊന്നും. ആവശ്യത്തിനുള്ള ഉപ്പും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്താൽ മതി. പിന്നെ ഒരു തക്കാളി, ഞാൻ തക്കാളി അരിഞ്ഞത് ചേർക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പിടാം. ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യും. അപ്പൊ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് 20 മിനിറ്റ് ഇത് അടച്ചു വെക്കണം കേട്ടോ. കുക്ക് ചെയ്യുന്നതിന് മുമ്പ് 20 മിനിറ്റ് മസാല മിക്സ് ചെയ്ത് വെക്കണം. ഇത് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇത്രേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് കുക്കറിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പൊ അത് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് വെച്ചിട്ട്. അപ്പൊ ഞാനിതൊരു കുക്കറിലേക്ക് മാറ്റി കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർക്കാം കേട്ടോ. 1 ഗ്ലാസ് വെള്ളം വേവാൻ ആവശ്യമുള്ളത്. ഞാനിത് കുക്കറിലാണ് വേവിക്കുന്നത്. ബീഫ് ആയതുകൊണ്ട് കുറച്ച് വേവുണ്ടാവും. അപ്പൊ നമുക്കിത് കുക്ക് ചെയ്തുകൊണ്ട് വരാം. അപ്പൊ അതെ നമ്മുടെ മസാലക്കൂട്ട് വെച്ചുണ്ടാക്കിയ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നാടൻ ബീഫ് കറി നമ്മൾ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ. പറ്റുമെന്നുള്ളവർ ഓർഡർ ചെയ്തോ. ഇത് UK കയറ്റി അയക്കുന്നുണ്ടെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. എൻ്റെ ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന് തന്നു കേട്ടോ എനിക്കിത്. അപ്പൊ ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്ത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന്. കുക്കിംഗ് അറിയാത്തവർക്കൊക്കെ ഈസി ആയിരിക്കുമല്ലോ. അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. അപ്പം ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമന്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.